വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, മാധ്യമപ്രവർത്തകരെ, കായിക പ്രേമികളെ എല്ലാവർക്കും നമസ്കാരം. ഒരു കായിക താരം എന്ന നിലയിൽ ആദ്യമായിട്ടാണ് ഞാനൊരു കാർഷിക മേഖലയിലെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലൊരു ഞാറ്റുവേല മഹോത്സവത്തിന്റെ ഭാഗമായിട്ടൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. എന്ത് തന്നെയായാലും കൂടുതലും ഞാൻ ഈ സ്കൂൾ അല്ലെങ്കിൽ ഫുട്ബോൾ സ്പോർട്സ് അക്കാഡമീസോ അല്ലെങ്കിൽ സ്പോർട്സ് ഡേയോ അങ്ങനെയൊക്കെ ബന്ധപ്പെട്ടാണ് കൂടുതലും ഞാൻ എന്നെ ക്ഷണിക്കാറ്. എന്നാൽ ഈ ഒരു കാർഷിക മേഖലയുടെ ഉണർവ് പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നതും അതിൻ്റെ ഭാഗമായി ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒപ്പം തന്നെ അതിൻ്റെ ഈ ഒരു സംരംഭത്തിൻ്റെ ഉദ്ഘാടനം ഒരു ഫുട്ബോൾ മാച്ചിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്നതും വളരെ ഒരു ഫുട്ബോളർ എന്ന നിലയിൽ ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇവിടെ സൂചിപ്പിച്ച പോലെ വിഷൻ ഇരിഞ്ഞാലക്കുട, ആ പേരിൽ തന്നെ എല്ലാ അർത്ഥങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട്. ഇപ്പോൾ വേൾഡ് കപ്പിൽ തന്നെ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീം വരാത്തത് നമ്മൾക്ക് കൃത്യമായി അതിനെപ്പറ്റി ഒരു വിഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ സ്വന്തം നാടിനെ പറ്റി ഏറ്റവും മികച്ച രീതിയിൽ നാടും നമ്മുടെ ലെഗസിയും കാത്തു സൂക്ഷിക്കണമെന്നും വളരണമെന്നും ഒരു വിഷൻ ഉള്ള ഈ ഒരു കൂട്ടത്തിന് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഒപ്പം തന്നെ തുടർന്നും ഇതുപോലെ കാർഷിക മേഖലയിലും കായിക മേഖലയിലും എല്ലാ മേഖലയിലും ഈ വിഷൻ ഇരിഞ്ഞാലക്കുടയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സംഘാടകർക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം തന്നെ ഈ ഞാറ്റുവേല മഹോത്സവത്തിന്റെ ഭാഗമായി വിഷൻ ഇരിഞ്ഞാലക്കുട സംഘടിപ്പിക്കുന്ന ഈ ഫൈസ് മഡ് ഫുട്ബോൾ ടൂർണമെന്റും മഡ് റേസും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഞാറ്റുവേലയുടെ ഭാഗമായിട്ട് നടത്തുന്ന മാൻ മഡ് റേസ് ഇത് ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ട ലാലു മാഷിന്റെയും ഷാജി മാഷിന്റെയും നേതൃത്വത്തിൽ ആരംഭിക്കുന്ന മാൻ മഡ് റേസ് ആരംഭിക്കുകയാണ്. എല്ലാവരും ഒന്ന് കൈയടിക്കുക. വിജയത് അഭിമാനം ഇതാ കടന്നു മത്സരം വാശിയായി കഴിഞ്ഞിരിക്കുന്നു. പരളവും ലിസിയും തമ്മിലുള്ള വാശിയേറിയ മത്സരം ഇതാ ഈ കോട്ടപ്പാടം മൈതാനത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഈ ചെടിയെ മനോഹരമാക്കിയ പുഷ്പങ്ങളാക്കി മാറ്റിക്കൊണ്ട് ഇതാ പരളവും ലിസിയും FC പരളവും ലിസിയും തമ്മിലുള്ള മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കളിയുടെ ഏതാനും നിമിഷങ്ങൾ പിന്നിട്ടപ്പോൾ ഇപ്പോഴും 0-0, ഒരു ടീമും ഗോൾ അടിച്ചിട്ടില്ല. ഈ മഡ് ഫുട്ബോളിന്റെ ആവേശകരമായ നിമിഷങ്ങളിലൂടെയാണ് ഈ കോട്ടപ്പുറം മൈതാനം നടന്നുകൊണ്ടിരിക്കുന്നത്. അതാ നോക്കൂ, എന്താണ് അടിപൊളി മത്സരമാണ്. അതാ വലത് വിങ്ങിയുടെ ഒരു മുന്നേറ്റം. എന്താണ് സംഭവിക്കുന്നത്? അതിമനോഹരമായ മുന്നേറ്റം. അത് മറ്റൊന്നുമല്ല. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ ഗോൾ മരണം ലീഡ് ചെയ്യുന്നു. ഇതാ രണ്ടാം പകുതി തുടർന്നുകൊണ്ടിരിക്കുന്നു. മത്സരം വീണ്ടും പരളത്തിന്റെ മുന്നേറ്റം. വീണ്ടും പരളം തന്നെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ലിസി പ്രയേഴ്സിനെ പിന്നാക്കമാക്കിക്കൊണ്ട് പരളം വീണ്ടും പരളത്തിന്റെ മനോഹരമായ മുന്നേറ്റം. ഒന്നും സംഭവിക്കാതെ അത് പ്രിയപ്പെട്ട ലിസിയുടെ ഡിഫൻഡർമാർ തട്ടിയകറ്റി. വീണ്ടും അതാ ലിസിയുടെ ഒരു മുന്നേറ്റം. വാശിയേറിയ മത്സരത്തിന്റെ രണ്ടാം ഭാഗത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇപ്പോൾ പരളം ഒരു ഗോളിന് മുന്നിലാണ്. നോക്കൂ, അതെ, വീണ്ടും ബോൾ മധ്യത്തിലാണ്. അതാ ഒരു മുന്നേറ്റം.
ഒന്നും സംഭവിച്ചില്ല. കളി തുടരാൻ മുന്നേറ്റം ഇല്ല. വീണ്ടും ഭരണത്തിന്റെ കൈകളെ മനോഹരമായി ടാക്കിൾ ചെയ്തെടുത്തിരിക്കുന്നു. അതാ കൊണ്ടുവരികയാണ് ലിസിയുടെ ഒരു മുന്നേറ്റം. ഇടത് വിങ്ങിലൂടെ ലിസി പതുക്കെ അതെ മനോഹരമായി കൊണ്ടുവരികയാണ്. എന്തോ ഇല്ല, ഭരണം ചാടി വീണിരിക്കുന്നു. ശക്തമായ നിമിഷങ്ങൾ ഇതാ ബോളുമായി മധ്യത്തിൽ തന്നെയാണ്. അതെ അതിമനോഹരമായി വലത് വിങ്ങിലൂടെ ഒരാക്രമണം. അതേ ഭരണത്തിന്റെ ആക്രമണം. ഭരണം അടിച്ചോ ഇല്ല, കിട്ടി ഇല്ല, അടിച്ചു ഇല്ല, ഇല്ല ഇല്ല ഓ അവിടെ ഇല്ല. ലിസി തിരിച്ചു വെച്ചു. ലിസിയാണ് ഒരു തിരിച്ചൊരു ഗോളിനുള്ള സുവർണാവസരം. PFAയും റോയൽ ഫുട്ബോൾ ക്ലബും തമ്മിലുള്ള വാശിയേറിയ പോരാട്ടം ആരംഭിക്കാൻ പോവുകയാണ്. ഡോക്ടർ അബി തപ്പരിത ഗോളടിക്കുന്നു. ഉന്നം തെറ്റാത്ത ഷോട്ടായിരുന്നു, പക്ഷെ ഗോളായില്ല. അതെ റോയൽ എഫ് സി ഇപ്പോൾ റോയൽ എഫ് സി ആണ്. വിചാരിച്ച പോലെ പോളണ്ടിൽ പോകുന്നില്ല. ഗോളി വിദഗ്ധമായി അത് പിടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതെ റോയൽ എഫ് സി വീണ്ടും ഒരു റോയൽ എഫ് സി ത്രോ. അതിമനോഹരമായ ഗോളി ത്രോ സെന്ററിലെത്തിയിരിക്കുന്നു. ഇപ്പോൾ കളി ആവേശമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. വാശിയേറിയ മത്സരം. അതെ PFA കൈകളിലാണ് ഇപ്പോൾ പന്ത്. ഇല്ല റോയൽ എഫ് സി അതിലെ വീണ്ടും തിരിച്ച് PFA വാശിയേറിയ മത്സരത്തിൽ PFA ബോളും കൊണ്ട് സെൻട്രലിൽ കൂടെ തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുക. അല്ല കിട്ടിയിട്ടില്ല. വീണ്ടും അതാ റോയൽ എഫ് സി ഒരു ശക്തമായ മുന്നേറ്റം. ഇടത് വിങ്ങിലൂടെ ഒരു ശക്തമായ മുന്നേറ്റം. ഇപ്പോ നമുക്ക് നോക്കാം. വരട്ടെ. PFAയുടെ ശക്തമായ മുന്നേറ്റം. ഒന്ന് കൈയടിച്ചു കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും. നിമിഷങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ റോയൽ എഫ് സിയും PFAയും തമ്മിലുള്ള മത്സരമാണ്. രണ്ടാമത്തെ മത്സരം. റോയൽ എഫ് സി ഇപ്പോൾ ഇടത് വിങ്ങിലൂടെ ഒരു ആക്രമണം തയ്യാറാക്കിക്കൊണ്ട് വലിയ PFA തിരിച്ചു പിടിച്ചിരിക്കുന്നു. PFA വളരെ ശക്തമായി PFAയുടെ മുന്നേറ്റം. ഇടത് വിങ്ങിലൂടെ PFA കിട്ടിയില്ല. പക്ഷേ പ്രതിരോധം ശക്തമായിരുന്നു. അത് തിരിച്ച് തിരിച്ച് അറ്റാക്ക്. PFA ഗോളി അത് പിടിച്ചെടുത്തിരിക്കുന്ന ഒരു കിക്ക്. അതെ റോയൽ എഫ് സി ഒരു മുന്നേറ്റം. റോയൽ എഫ് സിയുടെ ഒരു മുന്നേറ്റം. ചാൻസ് ഇല്ല, കിട്ടും. അതെ പിടിച്ചെടുത്തിരിക്കുന്നു. ഇല്ല റോയൽ എഫ് സി PFA ഇല്ല. റോയൽ എഫ് സി വീണ്ടും അതിമനോഹരമായി PFAയുടെ ഗോളി. അത് ഗോളി ശക്തമായി പിടിച്ചു. PFAയുടെ വാശി. അതാ വീണ്ടും ഒന്നും സംഭവിച്ചില്ല. അടിപൊളി ചെളിയിലടി പൂരടി. അടിപൊളി മത്സരം വാശിയായി കഴിഞ്ഞിരിക്കുന്നു.